أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. قالوا وأقبلوا عليهم ماذا تفقدون. قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين. قالوا فما جزاؤه إن كنتم كاذبين. قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്ത് യൂസുഫ് 70 മുതൽ 75 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു സംഗതി. ഇപ്പോൾ ബിന്യാമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ഒരു പക്ഷെ അദ്ദേഹം ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും എന്നൊരു സൂചന നമ്മൾ നടത്തി. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ ചില ആളുകൾക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എങ്ങനെയാണ് എത്തിയത്. അപ്പോ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, ബിന്യാമിൻ ഈ സൂറത്തില് ഒന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടൊരു വാചകം അള്ളാഹു എവിടെയും കോട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞതായിട്ട് പറയുന്നില്ല. പക്ഷെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, യാക്കൂബ് അലൈഹിസ്സലാം ഒരു മഹാനായ ഒരു പിതാവായിരുന്നു, ഒരു പ്രവാചകനാണ്. അതോടൊപ്പം ഒരു നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പിതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മക്കളെ മോറലി, സ്പിരിച്വലി, ഫിസിക്കലി ഒക്കെ നർച്ചർ ചെയ്യുന്നതിൽ, അവരെ വളർത്തി അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ വളർത്തിയെടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അപ്പൊ യൂസുഫ് അലൈഹിസ്സലാമയോട് സഹോദരങ്ങൾ ചെയ്ത ആ പ്രവൃത്തി വെച്ചിട്ട് സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ അതേ മാതാവിലുള്ള സഹോദരനായിട്ടുള്ള ബിന്യാമീൻ എന്ന് പറയുന്ന പേര് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. നമ്മൾ ഖുർആൻ എവിടെയും അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, യൂസുഫ് യാക്കൂബ് എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നില്ല, മറിച്ച് അത് മുഫസ്സിറുകൾ പറയുന്ന പേരാണ്. അപ്പൊ ആ പേര് തന്നെ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ മാത്രം നമ്മുടെ അടുത്ത് തെളിവൊന്നുമില്ല. മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉള്ളത് കൊണ്ട് മാത്രം നമ്മളത് എടുക്കുന്നു. ബൈബിളിൽ ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഇടയ്ക്ക് ഓർത്തിരിക്കണം. ഓക്കെ. ഇപ്പൊ യൂസുഫ് അലൈഹി സ്വലാമയോട് യാക്കൂബ് അലൈഹി സ്വലാം അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് ഫാദറാണ് പറഞ്ഞത്, നീ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതി, ഒരു സ്വപ്നം കണ്ടപ്പോ സഹോദരങ്ങളോട് ആ സ്വപ്നത്തെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? സഹോദരങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തായിരിക്കും അവർ ചിന്തിക്കുക എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു യാക്കൂബ് അലൈഹി സ്വലാം. അപ്പൊ അങ്ങനത്തെ യാക്കൂബ് അലൈഹി സ്വലാം സ്വാഭാവികമായിട്ടും പിന്നീട് ബിന്യാമീനയുടെ ഒരു കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ പ്രൊട്ടക്റ്റീവ് ആകുമ്പോൾ, മാതാപിതാക്കൾ വളരെ പ്രൊട്ടക്റ്റീവ് ആവുമ്പോൾ കുട്ടികൾക്ക് എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ഒരു അന്തർമുഖത്വം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അങ്ങനെ തന്നെ ആയിരുന്നോ ബിന്യാമിൻ എന്ന് നമുക്ക് കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ ആയിരുന്നോ എന്നൊന്നും പറയാൻ മാത്രമുള്ള എവിഡൻസ് ഖുറാനില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, മൊത്തത്തിൽ ഈ സ്റ്റോറി മനസ്സിലാക്കുമ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന കുറെ പാഠങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അല്ലാതെ പിന്നെ ബിന്യാമീനെ ഒരു ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്നൊക്കെ സൈക്കോളജിയിൽ പറയുമല്ലോ. ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ, അല്ല, ടൈപ്പ് എ എന്ന് പറയുമ്പോൾ വളരെ എക്സ്ട്രോവേർട്ട്, ഒരുപാട് ബഹിർമുഖമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ ഒരു അന്തർമുഖനായിട്ടുള്ള പേഴ്സണാലിറ്റി. സൈക്കോളജി പഠിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ടൈപ്പ് ബി പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ ചിത്രീകരിച്ചോ എന്നൊന്നും നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടതില്ല. മറിച്ച് അതൊരു പിന്നെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള റീഡിങ്ങിൽ നിന്ന്
നമ്മൾ മനസ്സിലാക്കുന്നതാണ്. സോ ദാറ്റ് വി ക്യാൻ ഡ്രോ ലെസൺസ്, വി ക്യാൻ കൺക്ലൂഡ് ലോട്ട് ഓഫ് ഗുഡ് ലെസൺസ്, പ്രൊഫൗണ്ട് ലെസൺസ് ഫ്രം ദ വേർഡ്സ് ഓഫ് അള്ളാഹ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് പറയുന്നത്. ഓക്കെ, അത് അതിനെക്കുറിച്ച്. ഓക്കെ, ഒരു പൂർണ്ണമായിട്ടും ഒരു ഗാർഡിലാണ് ബിന്യാമീനെ യാക്കൂബ് അലൈഹിസ്സലാം വളർത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര പ്രായത്തിലെത്തിയിട്ടും, അല്ലെ, നമ്മൾ ആ ഏജ് ഒക്കെ കണക്കൂട്ടി പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ഏജിൽ എത്തിയിട്ടും പിന്നെ ആ മകനെ പോകാൻ അനുവദിക്കാതിരുന്നിടത്തോളം, അല്ലെ, യാക്കൂബ് നബി അലൈഹി സ്വലാം വിട്ടുകൊടുക്കുമായിരുന്നില്ല. പിന്നെ അവരെന്തായാലും കൊണ്ടുപോകുമെന്ന് വന്നപ്പോൾ ഒരു പ്രത്യേകമായ കവനന്റ് അവരുടെ അടുത്ത് വാങ്ങി, ഒരു കരാറ് വാങ്ങിയിട്ട് ആ ബലിഷ്ഠമായ ഒരു കരാറിന്റെ പുറത്താണ് അവസാനം ബിന്യാമീനെ അദ്ദേഹം അയക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹി വാസ് എ ബിറ്റ് ഓഫ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ വളർന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ആ സിംറ്റംസ് ഒക്കെ ഉള്ള ആളാണ് എന്നുള്ള അർത്ഥത്തിലല്ല. മേ ബി വി ആർ റോങ്. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴോ അതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ആയിക്കോണമെന്നില്ല. പിന്നെയും നമ്മളത് പറയുന്നു ഒരിക്കൽ കൂടി, നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ അനുമാനിക്കും ചോദിച്ചാൽ, സോ ദാറ്റ് വി ക്യാൻ ഡ്രോ സം പ്രൊഫൗണ്ട് ലെസൺസ് ഫ്രം അള്ളാഹ്സ് വേർഡ്സ്. അള്ളാഹുവിന്റെ ഈ വാചകങ്ങളിൽ നിന്നും കുറച്ചുകൂടി നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് അഗാധമായ പാഠങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്തിലും അത് പറഞ്ഞു, യൂസുഫ് അലൈഹി സ്വലാം വളരെ നന്നായിട്ട് അദ്ദേഹത്തെ കംഫേർട്ട് ചെയ്യുന്നുണ്ട്. നീ കടന്നു പോകുന്ന ആ പ്രയാസങ്ങളിൽ ഇനി ഒരിക്കലും വിഷമിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രമാത്രം ഇമോഷണൽ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് അത് തെളിയിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമ്മളിനി പിന്നെ ഒരിക്കൽ കൂടി ഈ ഒരു യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ പ്ലാനിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് ബിന്യാമീനെ കീപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഈ യൂസുഫ് അലൈഹി സ്വലാം ഉണ്ടാക്കുന്നതാണ് ഈ ലെസൺ, നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന ലെസൺ. സ്വാഭാവികമായിട്ടും അത് ഒരു ഇല്ലീഗൽ സംഗതിയാണ്, അല്ലെ, ഒരു ട്രച്ചറസ് പ്ലാൻ ആണ്. എന്തുകൊണ്ടായിരിക്കും യൂസുഫ് അലൈഹി സ്വലാം അത് അങ്ങനെ ഒരു പ്ലാൻ തെരഞ്ഞെടുത്തത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മനസ്സിലാക്കാം. പക്ഷെ ആ പ്ലാനിലേക്ക് യൂസുഫ് അലൈഹി സ്വലാം പോകാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച ഒരു ഫാക്ട് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പാഠത്തിലേക്ക് പോകാം. അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാല് ബിന്യാമീൻ അഥവാ യൂസുഫ് അലൈഹി സ്വലാം അദ്ദേഹത്തെ അവിടെ കീപ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ ബിന്യാമിന്റെ അവസ്ഥ എന്തായിരിക്കും? ഹി ഈസ് ആൻ ഇല്ലീഗൽ ഇമിഗ്രന്റ്, അല്ലെ? കാരണം അദ്ദേഹം അവിടെ വിസിറ്റ് വിസയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ നമ്മുടെയൊക്കെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയണം. അവർ വന്നിരിക്കുന്നത് എന്തിനാ? കുറച്ച് സാധനങ്ങൾ വാങ്ങിയ ബിസിനസ് വിസയിലാണ് വന്നിട്ടുള്ളത്, അല്ലെ? ഈ സാധനങ്ങൾ വാങ്ങാൻ തിരികെ പോവുക, ടൈം കഴിഞ്ഞാൽ അവർ തിരികെ പോകണം. പക്ഷെ അതിൽപ്പെട്ട ഒരാളെ മാത്രം രാജകൊട്ടാരത്തിൽ സൂക്ഷിക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ. കാരണം രാജകൊട്ടാരത്തിൽ വളരെ ഉയർന്ന സ്ഥലത്ത് ഒരു ഹയർ പ്ലേസിലാണ് യൂസുഫ് അലൈഹി സ്വലാം ബിന്യാമിനെ സൂക്ഷിക്കാൻ പോകുന്നത്. ആസ് ലോങ് ആസ് ഹി ഡിഡിൻ ഡിസ്ക്ലോസ് ഹു ഹി ഈസ്, അല്ല, യൂസുഫ് അലൈഹി സ്വലാം താൻ ആരാണ് എന്ന് ജനങ്ങളോടോ അല്ലെങ്കിൽ ഈ സഹോദരങ്ങളോടോ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക്, ഇപ്പൊ ആരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ബിന്യാമിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവരോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ദർ ഷുഡ് ബി എ റീസൺ ഫോർ ഹിം ടു കീപ് ഹിസ് ബ്രദർ. തന്റെ സഹോദരനെ സൂക്ഷിക്കാനായിട്ടൊരു റീസൺ വേണം. ആ റീസൺ ആണ് യൂസുഫ് അലൈഹി സ്വലാം ഇവിടെ പ്രയോഗിക്കുന്നത്. അതിന്റെ മൊറാലിറ്റി, അതിന്റെ ലീഗാലിറ്റി, അത് പ്രവാചകന്മാർ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ബാക്കിയുള്ളവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ വിശദമായി കടക്കും. ഈ ലെസണിൽ കുറച്ച് കടക്കും, അടുത്ത ലെസണിൽ വളരെ വിശാലമായിട്ട് ഡീപ്പായിട്ട് പോകും. കാരണം അങ്ങനെ നുണ പറയാൻ പറ്റുമോ, പിന്നെ നുണയുടെ രൂപത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അവിടെ. ഈ കഥ അങ്ങനെയാണ് നമ്മൾ കേട്ടു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. പക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. ഖുർആനാണല്ലോ, ഖുർആനിൽ അങ്ങനെ ഉണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാമൊക്കെ അങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഖുർആനൊക്കെ നന്നായി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പോ ഈ ചെയ്തത് ഇല്ലീഗൽ അല്ലേ, ഇപ്പൊ നിങ്ങളുടെ പ്രവാചകന്മാർ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ, അത് ലെറ്റ്സ് പുട്ട് aside for a detailed discussion later on. Now we'll go through the word meanings of these verses. Falamma jahazahum bijahadihim. ഫലമ്മ, അങ്ങനെ ഫൈനലി, ലമ്മ എപ്പോഴും നമ്മൾ പറഞ്ഞു ലമ്മ തറാഹിയുടെ ലമ്മയാണ് എന്ന് പറഞ്ഞാൽ വെൻ ഫൈനലി ജഹസഹും, അവര് ലോഡ് ചെയ്തപ്പോ, ജഹസ എന്ന് പറഞ്ഞാൽ ഒരുക്കി, തയ്യാറാക്കി,
പിന്നെ വാഹനത്തിൽ ലോഡൊക്കെ കയറ്റിയപ്പോ ബിജഹാസിഹിം അവരുടെ ലഗേജ് ഒക്കെ തയ്യാറാക്കി അവർ കയറ്റിയപ്പോ ജഅല അദ്ദേഹം വച്ചു. ആര്? യൂസുഫ് അലൈഹിസ്സലാം. ജഅല എന്ന് പറഞ്ഞാൽ അവൻ വച്ചു എന്നാണ്. അവിടെ ഫായിൽ ആരാണ്? യൂസുഫ് അലൈഹിസ്സലാം പർട്ടിക്കുലർലി ഹി ഹിംസെൽഫ്. സിഖായത്ത സിഖായത്ത് എന്ന് പറഞ്ഞാൽ സഖായസ്കി എന്നുള്ളതാണ്. സഖായസ്കി കേട്ടിട്ടുണ്ടോ? കുടിക്കുക. സഖാഹും റബ്ബുഹും ഷറാബൻ തഹൂറ അല്ലെ? ഏത് സൂറത്തിലാ? സൂറത്തുൽ ഇൻസാൻ അല്ലെ? സഖാഹും റബ്ബുഹും ഷറാബൻ തഹൂറ. അവരുടെ റബ്ബ് അവരെ ഏറ്റവും നല്ല പരിശുദ്ധമായ പാനീയം കുടിപ്പിക്കും സ്വർഗത്തിൽ. റബ്ബാണ് അല്ല തന്നെ നേരിട്ട് നല്ല 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് സ്വർഗത്തിൽ നൽകണതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വെൽക്കം ഡ്രിങ്ക് അല്ല തന്നെ കൊടുക്കുന്ന ഒരു സംഗതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ. പക്ഷെ അതിൽ നിന്നാണ് ആ സിക്കായത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഡ്രിങ്കിങ് കപ്പിനാണ് സിക്കായത്ത് എന്ന് പറയാം. കുടിക്കുന്ന ഒരു വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ആ ഒരു മഗ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയാ? സിക്കായത്ത് എന്ന് പറയാം. ആ ഡ്രിങ്കിങ് കപ്പ് യൂസുഫ് അലൈഹിസ്സലാം വച്ചു എവിടെ? ഫി റഹ്ലി അഖീഹി, തൻ്റെ സഹോദരന്റെ റഹൽ എന്ന് പറഞ്ഞ ബാഗേജിൽ അവന്റെ ആ ബാഗില് യൂസുഫ് അലൈഹിസ്സലാം ആ ഡ്രിങ്കിങ് കപ്പ് വച്ചു. അപ്പൊ അവിടെ അഹീഹിം എന്ന് പറയാതെ അഹീഹി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അവരുടെ സഹോദരന്റെ എന്ന് പറയാതെ സ്വന്തം സഹോദരൻ. ഒന്ന് മീനിങ് അത് ഡയറക്റ്റ് ആണ്, അതായത് ഉമ്മയും ഉപ്പയും ഒത്ത തന്റെ സ്വന്തം സഹോദരനാണ്. രണ്ട്, ഇതുവഴി പിന്നെ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചു, യൂസുഫ് അലൈഹിസ്സലാം തന്റെ സഹോദരനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു, ഞാനാണ് നിന്റെ സഹോദരൻ, ഞാൻ നിന്റെ സഹോദരൻ തന്നെയാണ്, ഒരു കംഫർട്ടിങ് രൂപത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. ആ രണ്ട് കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് റഹ്ലി അഖീഹി എന്ന് പറയുന്നത്. അപ്പോ എന്താ സംഭവിച്ചത്? ഇവര് പോകാൻ വേണ്ടി ഇവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടി. ഇത്തവണയും ഇവരുടെ അടുത്ത് പൈസ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. കാരണം യൂസുഫ് അലൈഹിസ്സലാം ഹി വാസ് സോ ജനറസ് ടു ദം അല്ലെ? അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇവർ ഞങ്ങളുടെ സഹോദരൻ നമ്മുടെ കുടുംബത്തിലേക്കാണ്, വാപ്പാടെ അടുത്തേക്കാണ് പോകണം, ഉമ്മാടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തു. ലോഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പതുക്കെ വളരെ സീക്രട്ടീവായിട്ട് യൂസുഫ് അലൈഹിസ്സലാം ഒരു കപ്പ്, ഡ്രിങ്കിങ് കപ്പ്, സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് ഇനി ശേഷം പറയാൻ പോകുന്ന വേറൊരു വാക്കാണ് കേട്ടോ, സുവാ എന്നൊരു വാക്ക് വരുന്നുണ്ട്. അപ്പൊ അതും ഇതും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് പറയാം. ആ കപ്പ്, കുടിക്കുന്ന കപ്പ് തന്റെ സഹോദരന്റെ ബാഗിൽ വെച്ചു. സുമ്മ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ, സുമ്മയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോ, തൊട്ടുടനെ അല്ല, പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ പോകാൻ വേണ്ടി റെഡി ആകുമ്പോ സുമ്മ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദന മുഅദ്ദിനുൻ, അദ്ദന എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു, ഒരാൾ ഡിക്ലയർഡ്. അദാന അതിന്നുള്ളതാണ്, ബാങ്ക് അല്ലെ? ബാങ്ക് വിളിക്കുകയല്ലേ, വിളിച്ചു പറയല്ലേ? ബാങ്കിന്റെ പദങ്ങൾ വിളിച്ചു പറയാണല്ലോ ചെയ്യുന്നത്. അതാണത്. മുഅദ്ദിന് നമ്മൾ ശരിക്കും മുഅദ്ദിൻ എന്ന് പറയും അല്ലെ? ബാങ്ക് വിളിക്കുന്ന ആൾക്ക് മുഅദ്ദിൻ എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വിളിച്ചു പറയുന്ന ഒരാള് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? അയ്യത്തുഹൽ അയ്യർ, അല്ലയോ കച്ചവട സംഘം. അയ്യർ എന്ന് പറഞ്ഞ കച്ചവട സംഘത്തിന് പറയാം ഒരു കാരവൻ, ഒരു സാർത്ഥവാഹക സംഘം. ഒട്ടകങ്ങളും ആ ഒട്ടകത്തിലെ ലോഡും ആ മനുഷ്യന്മാരും ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിനാണ് അയ്യർ എന്ന് പറയാം. കേട്ടാ, മനസ്സിലായല്ലോ? ഒരു വലിയ സംഘം. ഇപ്പൊ 100 ഒട്ടകം ഉണ്ടെങ്കിൽ ഒട്ടകം മാത്രമല്ല, ആ ഒട്ടകത്തിന്റെ പുറത്തുള്ള സാധനങ്ങൾ, അതിനെ നയിക്കുന്ന ആളുകൾ, അതിലുള്ള കച്ചവടക്കാർ, ഇവരൊക്കെ കൂടിയ ഒരു സംഘത്തിനാണ് അയ്യർ എന്ന് പറയാം. അല്ലയോ സംഘമേ, യാത്രാ സംഘമേ, സാർത്ഥവാഹക സംഘമേ, ഇന്നക്കും ലസാരിഖൂൻ, യു ആർ ആക്ച്വലി തീവ്സ്, നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ സാരിഖ്. സരിഖ യസ്റഖു എന്ന് പറഞ്ഞാല് കട്ടു, മോഷ്ടിച്ചു എന്നർത്ഥം. സൂറത്തു നൂറില് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? മോഷ്ടാവിനെയും മോഷ്ടാവായ പുരുഷനെയും മോഷ്ടാവായ സ്ത്രീയെയും അവിടെ കൈകൾ മുറിച്ചു കളയണമെന്ന്. എനിവേ, അതൊരു വേറെ വശമാണ്. അപ്പൊ സാരിഖ്. അപ്പോ സംഭവം എന്താ? ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. ഈ കപ്പ് ജഅല സിഖായത, ഈ കപ്പിനെ കുറിച്ച് വെറും അസിഖായത്തിനെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ആ കപ്പ് എന്തിനുള്ള കപ്പാണ്? അതൊരു അളവ് പാത്രമാണോ, കുടിക്കുന്ന പാത്രമാണോ? ഇതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം ചില പ്രയോഗങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തായിട്ട് കാണാൻ പറ്റും. എന്തിനാന്ന് വെച്ചാല്
നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇതിന് ശേഷം ഉള്ളത് കൂടി വായിച്ചിട്ട് ഇതിന് ശേഷമുള്ള ആയത്തുകൾ കൂടി മനസ്സിലാക്കിയിട്ട് ഇതിനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. ഖുർആൻ മൊത്തത്തിൽ അങ്ങനെയാണ് അല്ലെ? മൊത്തം നമ്മളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ചില ആളുകൾ പറയുന്ന പോലെ ഒരു അന്ധവിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ വചനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് അതായിരിക്കണം. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക സിഖായത്ത്. ഓക്കെ, അങ്ങനെ ഖുർആൻ ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടീവ് മെന്റാലിറ്റി നമ്മളിൽ ഖുർആൻ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഓക്കെ, ഈ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു സംഭവം നമുക്ക് മനസ്സിലായല്ലോ. അതായത് ഈ അദ്ദന മുഅദ്ദിനുൻ എന്നുള്ളത് ഇന്നത്തെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണമാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയാല് നമ്മൾ പിന്നെ കൗണ്ടറിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെ, ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു 2 സാധനം വെച്ചിട്ടില്ലേ? എന്താ അതിന് പറയാം? നമ്മൾ അഥവാ പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിയാല് എന്താ സംഭവിക്കുക? മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട് അല്ലെ? ഇന്നത്തെ കാലത്ത് അങ്ങനെ 2 മെറ്റൽ ഡിറ്റക്ടർ വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കാതെ സാധനം എടുത്തിറങ്ങിയ അവൻ വിളിച്ചു പറഞ്ഞോളും. പക്ഷെ പണ്ട് അതില്ല. പണ്ട് ചില സെക്യൂരിറ്റികളുടെ പണി തന്നെ ഇതാണ്. ആളുകൾ കൂടുന്നിടത്ത്, സൂപ്പർ മാർക്കറ്റിൽ, രാജകൊട്ടാരത്തിൽ, ഇതുപോലെ റേഷൻ വിതരണം ചെയ്യുന്നിടത്തൊക്കെ ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചാൽ ഈ മോഷ്ടിക്കുന്നത് കാത്തു നിൽക്കുന്ന ആളാണ്, കാത്തു നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരാളുടെ പണി ഇത് തന്നെയാണ്. എന്ത്? ആരാണ് മോഷ്ടിക്കുന്നത് ആ മോഷ്ടാവിനെ വിളിച്ചു പറയാം. അതാണ് ഇവിടെ അദ്ദന മുഅദ്ദിനുൻ എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായോ? ഇനി ഈ സിക്കായത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറൊരു സംഗതി കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു റോയൽ കപ്പാണത് അല്ലെ? ഒരു ചെറിയൊരു അളവ് പാത്രം നഷ്ടപ്പെട്ടാൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു വലിയ കച്ചവട സംഘത്തെ, അതാണ് ഞാൻ ഐർ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞല്ലോ. ഐർ എന്ന് പറഞ്ഞാൽ വെറും ആളുകൾ മാത്രമല്ല, ഒട്ടകം മാത്രമല്ല, എല്ലാം കൂടി ഉള്ളതാണ്. ഈ മൊത്തം സംഘത്തെ, അതും യൂസുഫ് അലൈഹി ഇസ്ലാമയും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സും മാത്രമുള്ള ഒരു സംഘം ആയിക്കൊള്ളുന്നില്ല, മറിച്ച് ഒരു വലിയ സംഘമുണ്ട്. ഒരു 100-200 ആളുകളൊക്കെ ഉള്ള ഒരു സംഘത്തെ കുറിച്ചാണ് ഇവർ വിളിച്ചു പറഞ്ഞത് നിങ്ങളൊക്കെ മോഷ്ടാക്കളാണ്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജകൊട്ടാരമാണ് അത്. ആ രാജകൊട്ടാരത്തിൽ അവിടെ പല തരത്തിലുള്ള ഒരു ഏരിയയിൽ നമുക്കത് രാജകൊട്ടാരമാണെന്ന് തെളിയിക്കുന്ന, അപ്പം ഉദാഹരണത്തിന് നമ്മൾ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ ആ ഹോട്ടലിന്റെ ചുമരുകളിലൊക്കെ കുറച്ച് നല്ല ആർട്ടിഫാക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. പഴയ കാലത്തെ, അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെ, പഴയ കാലത്തെ സംഗതികൾ ഒരു നല്ല എന്താ പറയാ, ഒരു റെസ്പെക്റ്റഡ് സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും അത് എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചാണ്, പക്ഷെ അതിനൊക്കെ വളരെ വാല്യുബിൾ ആയിരിക്കും. അതിൽ ഒരു സാധനം നഷ്ടപ്പെട്ടാൽ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും അല്ലെ? നല്ലൊരു പിന്നെ ഒരു റോയൽ പാലസിൽ പോയിട്ട് അവിടുത്തെ ഒരു ചിത്രം ആരെങ്കിലും എടുത്താല് ആ ചിത്രത്തിന് തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ മില്യൺ കണക്കിന് വില ഉണ്ടാവും അല്ലെ? ഉണ്ടാവില്ല, അങ്ങനെ കേട്ടല്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചത് ഈ യൂസുഫ് അലൈഹിസ്സലാം അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാകാം ഇത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാജാവ് പിന്നെ പ്രത്യേകമായി പിന്നെ ജ്യൂസോ അല്ലെങ്കിൽ പാനീയങ്ങളോ ഒക്കെ കുടിക്കാൻ വേണ്ടി കൊടുത്ത ഒരു പാത്രമാകാം. അതുകൊണ്ടാണ് സിഖായത്ത് എന്ന് ആദ്യം പറയുന്നത്. പിന്നെ അടുത്ത ആയത്തില് സുവാ എന്ന് പറയുന്നുണ്ട്. ആ സുവായിലേക്ക് നമ്മൾ വരാം. അപ്പോ അങ്ങനത്തെ ഒരു സംഗതി, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഗതി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇവർ വിളിച്ചു പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെ ഈ കഥയുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ബിന്യാമീന്റെ ബാഗില് ഈ പാത്രം വെക്കുന്നത്? ആരാ വെക്കുന്നത്? യൂസുഫ് അലൈഹിസ്സലാം. അതിനെക്കുറിച്ച് മറ്റ് സെക്യൂരിറ്റി ഗാർഡുകൾക്ക് അറിയോ? ഇല്ലേ? അറിയില്ല. അറിയുമായിരുന്നുവെങ്കിൽ അവരിങ്ങനെ വിളിച്ചു പറയൂല. മാത്രമല്ല അവര് ഈ മൊത്തം സംഘത്തെ, മൊത്തം കാരവനെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാ? അത്രക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പാത്രമാണ് നഷ്ടപ്പെട്ടത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ അത്രയ്ക്കും ഈ ശക്തമായിട്ട് ഇവരെ മൊത്തം ഈ ഐറിനെ, ശരിക്കും ഐറിന് അറബി പറയുന്ന ഒരു റീഇൻഫോഴ്സ്മെന്റിനാണ് പറയാം. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ റീഇൻഫോഴ്സ് ചെയ്യൂലേ? ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് വളരെ ശക്തമായിട്ട് മറ്റലും സിമെന്റും ഒക്കെ ഇട്ട് റീഇൻഫോഴ്സ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഒരു കാരവൻ, ആ കാരവനിൽ മനുഷ്യന്മാര്, ഒട്ടകങ്ങള്, ആ ഒട്ടകങ്ങളുടെ പുറത്ത് ലഗേജുകള്, ലോഡഡ് കാരവൻ, അങ്ങനെയുള്ള ലോഡഡ് ആയിട്ടുള്ള ഒരു കാരവന് പറയുന്ന പേരാണ് ഐർ കേട്ടാ.
ഒരു 50, 60, 100 പീപ്പിളൊക്കെ ഉണ്ടാകാവുന്ന ഒരാളാണ്. അപ്പം ഓൾ ഓഫ് യു ആർ സസ്പെക്ട്സ് എന്ന് പറയാൻ മാത്രം വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ മെറ്റൽ ഡിറ്റക്ടർ കീന്ന് അടിക്കുന്നതിന് പകരം ഈ സെക്യൂരിറ്റി ഗാർഡ് വിളിച്ചു പറയാണ്, നിങ്ങൾക്ക് പോകാൻ വരട്ടെ, യു ആർ ഓൾ സസ്പെക്ട്സ്, നിങ്ങൾ എല്ലാവരും ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങൾ എല്ലാവരും മോഷ്ടാക്കളാണ് എന്ന് പറയുന്നത്. മോഷ്ടാക്കളാണ് അവിടെ ഉപയോഗിച്ച പദം ശ്രദ്ധിക്കണം. ലസാരിഖൂൻ, മോഷ്ടാക്കളാകാൻ സാധ്യതയുള്ളവരാണെന്ന് അതിന്റെ അർത്ഥം. അല്ലാതെ ഇന്നക്കും കത് സെറക്തും എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മോഷ്ടിച്ചു എന്നല്ല പറഞ്ഞത്, മറിച്ച് ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ദർ ഈസ് എ തീഫ് എമംഗ് യു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മോഷ്ടാവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലസാരിഖൂൻ എന്ന പദം പ്രയോഗിച്ചത്. ഓക്കെ, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യം വരികയാണ്. ഈ വളരെ ഇല്ലീഗലായിട്ട് യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ ബാഗിൽ ഈ കപ്പ് വെച്ചു കഴിഞ്ഞപ്പോ ഈ പോലീസ്, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് മൊത്തം അലേർട്ടായി. സ്വാഭാവികമായിട്ടും അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്, ഒരു ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞു, ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഒരു പക്ഷെ പൂർണ്ണമായിട്ടും കണ്ടെത്തുക അടുത്ത ക്ലാസ്സിലായിരിക്കും. പക്ഷെ ഇപ്പോ ആ ചോദ്യം നിങ്ങളുടെ ഒക്കെ മനസ്സിൽ നിന്നോട്ടെ കേട്ടാ. എന്തിനാണ് യൂസുഫ് അലൈഹിസ്സലാം ഇങ്ങനത്തെ ഒരു കൊലച്ചതി ചെയ്തത്? അങ്ങനത്തെ ചതി നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊരു ചോദ്യമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നോട്ടെ കേട്ടാ. അതങ്ങനെ നിൽക്കലാണ് ഇപ്പൊ എനിക്ക് വേണ്ടത്. എന്നാലാണ് നിങ്ങളുടെ അറ്റൻഷൻ ഇവിടെ കിട്ടുള്ളൂ. കാരണം എല്ലാവരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് ഉറങ്ങുന്ന ഒരു സ്റ്റൈലിലാണ് ഉള്ളത്. എനിവേ, ഓക്കെ. അപ്പോ കാലു അങ്ങനെ ഈ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? കാലു അവര് പറഞ്ഞു. ആ കാലു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന വാക്കിന്റെ ഇടക്ക് വേറൊരു മീഡിയേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? അക്ബലു അലൈഹിം, അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് ആരെ? ഈ സെക്യൂരിറ്റി ഗാർഡ്സിനെ. പക്ഷെ വിളിച്ചു പറഞ്ഞത് ആരാ? ഒരാളല്ലേ? അദ്ദന മുഅദ്ദിനുൻ. നമ്മൾ ഖുർആന്റെ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വിളിച്ചു പറഞ്ഞത് ആരാ? ഒറ്റ ആളാണ്. പക്ഷെ ഇവര് തിരിച്ച് അക്ബലു അലൈഹിം, അവരെല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഒന്ന്, ഈ സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഉടനെ പട്ടാളക്കാർ അല്ലെങ്കിൽ പോലീസുകാർ, യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ കൊട്ടാരത്തിലെ പോലീസുകാർ ഇവർക്ക് ചുറ്റും വളഞ്ഞു. ഒരു പോസിബിലിറ്റി അതാണ്. അപ്പൊ അവരെ അഭിമുഖീകരിച്ചിട്ട് ഇവര് പറഞ്ഞു. അല്ലെങ്കിൽ ഇവര് നേരെ തിരിഞ്ഞു നിന്നിട്ട്, പോകാൻ ഒരുങ്ങിയ ഇവര് നേരെ തിരിഞ്ഞു നിന്ന് ഈ സെക്യൂരിറ്റി ഗാർഡുകളെ മൊത്തം അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു. മനസ്സിലാവുണ്ടോ? അപ്പൊ വാചക ഘടന, ഖുർആൻ പ്രയോഗിക്കുന്ന ഏകവചനം, ബഹുവചനം, അല്ലെ, അതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാലു അക്ബലു അലൈഹി എന്ന് പറയുന്നതിന് പകരം അലൈഹിം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒന്നുകിൽ പോലീസുകാർ, ഈ അവിടുത്തെ സെക്യൂരിറ്റി മൊത്തം ഇവരെ വളഞ്ഞിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ആരോ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഒരു സസ്പെക്ട് ഉണ്ട് അവരുടെ കൂട്ടത്തില്. ആ സസ്പെക്ട് ഇനിയിപ്പോ അത് തെളിയിക്കാതെ ഇവർക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് നേരെ ഇവർക്ക് അഭിമുഖമായി നിന്നിട്ട് ഇവർ പറയണെന്ത്? മാതാ തഫ്കിദൂൻ, മാതാ തഫ്കിദൂൻ. ഫഖദ യഫ്കിദു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നാണ്. ഒരാൾ മരിച്ചു പോകുന്നതിനും ഫഖദ എന്ന് പറയും കേട്ടാ. ഫഖീദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? മാതാ തഫ്കിദൂൻ, നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? ഫുഖ്ദാൻ എന്ന് പറഞ്ഞാൽ നഷ്ടം എന്നർത്ഥം കേട്ടാ. ഒരു സാധനം, കച്ചവടത്തിലെ നഷ്ടത്തെ കുറിച്ചല്ല, ബിസിനസ്സിലെ നഷ്ടത്തെ കുറിച്ചല്ല, അതിന് ഫസാറ എന്നാ പറയാം. ഇവിടെ ഫുഖ്ദാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ ഒരു വസ്തുവോ ഒക്കെ നഷ്ടപ്പെട്ടു പോവാ, മിസ്സിംഗ് ആയി പോവാ, ലോസ്റ്റ് ആയി പോവാ. അതിനാണ് മാതാ തഫ്കിദൂൻ. സോ വാട്ട് ഡിഡ് യു ലൂസ്? നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് ഇവര് തിരിഞ്ഞു ചോദിക്കണം. കാരണം ഇവരെ മൊത്തം ഒരു കുറ്റക്കാരാക്കിയല്ലോ, കൊള്ളക്കാരാക്കി അല്ലെങ്കിൽ കള്ളന്മാരാക്കി. അപ്പോ അവർക്ക് അഭിമുഖമായി നിന്നിട്ട് ചോദിക്കുകയാണ്, മാതാ തഫ്കിദൂൻ, വാട്ട് ഡിഡ് യു ലൂസ് ഓർ വാട്ട് ഈസ് മിസ്സിംഗ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാട്ട് ഈസ് മിസ്സിംഗ് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താ നഷ്ടപ്പെട്ടത്? കാലു. അപ്പൊ ആ സെക്യൂരിറ്റി ഗാർഡ്സ് അല്ലെങ്കിൽ ആ കോപ്സ് അല്ലെങ്കിൽ ആ സോൾജേഴ്സ് അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? നഫ്കിദു. അല്ല, നഫ്കിദു. അവിടെ മാതാ തഫ്കിദൂൻ, നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? അപ്പൊ നഫ്കിദു ഇവർ പറയുന്നത്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സുവാ അൽ മലിക്, രാജാവിന്റെ ഗോബ്ലറ്റ്.
ആ അളവ് പാത്രം, വലിയ ഒരു അളവ് പാത്രമുണ്ട്, വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു അളവ് പാത്രമുണ്ട്. ആ സുവാ എന്ന് പറഞ്ഞാൽ അതാണ്. ആദ്യം പറഞ്ഞ എന്താ? സിക്കായത്താണ് അല്ലെ? അത് ഓർമ്മ വേണം. യൂസുഫ് അലൈഹി സ്വലാം ബ്രദറിന്റെ ബാഗിൽ വെച്ചത് എന്താ? സിക്കായത്താണ്. പക്ഷെ ഇപ്പൊ ഇവര് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്താ? സുവാ ആണ്. ഓക്കെ, സുവാ അൽ മലിക്, രാജാവിന്റെ അളവ് പാത്രമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതിന്റെ മീനിങ്ങിലേക്ക് നമുക്ക് വരാട്ടോ. അത് പിന്നെ അത് കുറച്ച് പിന്നെ ഡീറ്റെയിൽ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ അത് പറഞ്ഞില്ല. അതും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ എല്ലാം ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞോളാം എന്നില്ല. ചിലത് നമ്മൾ ഇത് ഒന്നുകൂടി ഇതിനകത്തേക്ക് വീണ്ടും തിരിച്ചു വരും നമ്മൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിലും ആവാം. ഓക്കെ. പക്ഷെ നഫ്ഖദു സുവാ അൽ മലിക്, രാജാവിന്റെ അളവ് പാത്രമാണ് നമുക്ക് നഷ്ടമായത്. വലിമൻ ജാ ബിഹി, ആരാണോ അത് കൊണ്ടുവരുന്നത്, ആരാണോ അത് തിരിച്ചു തരുന്നത്, ജാ ബിഹി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ആ നഷ്ടപ്പെട്ട രാജാവിന്റെ അളവ് പാത്രം ആരാണോ കൊണ്ടുവരുന്നത്, ഹെംലു ബഈർ, അവനുണ്ട്. വലിമൻ എന്ന് പറഞ്ഞിടത്ത് അയാൾക്കുണ്ട്. വലിമൻ ജാ അബിഹി, ആരാണോ അത് കൊണ്ടുവരുന്നത് അവനുണ്ട്. ഹെംലു ബഈർ, ഒരൊട്ടകത്തിന്റെ ലോഡ്. മനസ്സിലായോ? ഇന്നിപ്പോ നമ്മളൊരു ഒരു ട്രക്ക് ലോഡ് എന്ന് പറയുന്ന പോലെ, ഒരു ട്രക്ക് ലോഡ് സാധനങ്ങൾ, ട്രക്ക് അടക്കം, അതിനാണ് ഹിംലു ബഈർ എന്ന് പറഞ്ഞാൽ. കാരണം ഒരു ഒട്ടകത്തിന്റെ ലോഡ് ഒട്ടകമില്ലാതെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടോ? അതുകൊണ്ടാണ് ഹിംലു ബഈർ. വെറും ഹിംലു എന്ന് പറഞ്ഞാൽ ആ ലോഡിനാണ് അർത്ഥം. പക്ഷെ നിങ്ങൾ ആ ഒരു പാനപാത്രം, ആ അളവ് പാത്രം തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ആരാണോ തിരിച്ചു തരുന്നത് അയാൾക്ക് ഒരു ലോഡ് ഭക്ഷണ സാധനങ്ങൾ ഉണ്ട്. അനബിഹി സഈം, ഞാൻ അതിന് ഗ്യാരണ്ടറാണ്, ഞാൻ അതിന് ജാമ്യക്കാരനാണ്. സഈം എന്ന് പറഞ്ഞാൽ ശരിക്കും ലീഡറാണ്. ശരിക്കും സഅമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് വാദിക്കുക എന്നർത്ഥം. ഒരു കാര്യം വാദിച്ച് ജയിക്കണേനാണ്, അല്ലെങ്കിൽ വാദിച്ച് സമർത്ഥിക്കണേനാണ് സഅമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് സഈം. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ ഈ പറയുന്ന, അല്ലെങ്കിൽ ഈ ഞാനിപ്പോ ഈ ഉന്നയിച്ച ഒരു 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 റിവാർഡ് ഉണ്ടല്ലോ, ഞാനിപ്പോ പ്രഖ്യാപിച്ച ഒരു റിവാർഡ്, എന്ത്? ആരെങ്കിലും ആ രാജാവിന്റെ നഷ്ടപ്പെട്ടു പോയ പാനപാത്രം അല്ലെങ്കിൽ അളവ് പാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ, അവൻ തിരിച്ചു തന്നാൽ അവനൊരു വലിയ ലോഡ്, ഒരു ഒട്ടകം നിറച്ച് സാധനങ്ങൾ കിട്ടും എന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ ഗ്യാരണ്ടറാണ്, ഞാൻ ഗ്യാരണ്ടി നിൽക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ആരാ പറഞ്ഞിട്ടുണ്ടാവുക? ഞാനാണ് അതിന് ഗ്യാരണ്ടർ എന്നുള്ളത് ആരാ പറഞ്ഞിട്ടുണ്ടാവുക? ആരാ പറഞ്ഞിട്ടുണ്ടാവുക? യൂസുഫ് അലൈഹി സ്വലാമായിരിക്കും അല്ലെ? കാരണം അവിടെ ആ സദസ്സിൽ അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ അതോറിറ്റി ഉള്ള ഒരേ ഒരാളെ ഉള്ളൂ. കാരണം ഈ ഈ മൊത്തം ഭക്ഷണ സാധനങ്ങൾ ഈ ക്ഷാമകാലത്ത് 7 വർഷം നല്ല ക്ഷേമമായിരുന്നു, 7 വർഷം നല്ല ഐശ്വര്യമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത 7 വർഷം ക്ഷാമമാണ്, ആർക്കും ഫുഡെല്ലാം റേഷനാണ്. പക്ഷെ അങ്ങനെ റേഷൻ കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ രാജാവിന്റെ ഈ കപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഈ പാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതാരെങ്കിലും എടുത്ത ആള് തിരിച്ചു തന്നാൽ ഞാൻ ഗ്യാരണ്ടറാണ്. സ്വാഭാവികമായിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ഉള്ളത് ഇപ്പോ നമ്മള് ഇപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികളോട് പറയണം, ഇവിടുന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ ആരെങ്കിലും തിരിച്ചു തന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു റിവാർഡ് തരാന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ എടുത്ത ആള് പറയും, ഞാനിപ്പോ അത് തിരിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ട് എനിക്ക് അടിയും കിട്ടും, വാപ്പ പറഞ്ഞ അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ ആ സാധനം കിട്ടുകയില്ല. കാരണം അതൊരു നമ്പറാണ് അല്ലെ? അതൊരു ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഉപ്പാടെ നമ്പറാണ് അല്ലെങ്കിൽ ഉമ്മയുടെ നമ്പറാണെന്ന് എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഒരു നമ്പറായി ഈ ആളുകൾ കണക്കാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാം പ്രത്യേകം മുന്നോട്ട് വന്നിട്ട് പറയുന്നത്, അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ അപ്പൊ യൂസുഫ് അലൈഹി സ്വലാമിനെ കുറിച്ച് നേരത്തെ തന്നെ ഉള്ള ഒരു ധാരണ എന്താ? ഹീസ് എ മാൻ ഓഫ് ഹിസ് വേർഡ്സ് അല്ലെ? അദ്ദേഹം പറഞ്ഞതാണ് അല്ലെ? സാദിഖാണ്. അത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. മുഹ്സിനാണ്. അതൊക്കെ തെളിയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ഒരു സ്കീമായിട്ട് യൂസുഫ് അലൈഹി സ്വലാം സമ്മതിക്കും. കാലു, അപ്പൊ അവര് പറയണം, മറുപടി പറയണം, തല്ലാഹി, തല്ലാഹി, വല്ലാഹി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താ അർത്ഥം വല്ലാഹി? അറബികളായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും എന്തിനും ഏതിനും അവരെന്ത് പറയും? വല്ല അല്ലെ? റിജാൽ സാബ് വല്ല വല്ല പറയും. പക്ഷെ തല്ലാഹി പറയണ എപ്പോഴാണെന്നറിയോ? തല്ലാഹി പറയുന്നത് വളരെ എക്സ്ട്രീം സർക്കംസ്റ്റാൻസിലാണ് പറയാം. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, തല്ലാഹി ല അകീദന്ന അസ്നാമക്കും, തല്ലാഹി ല അകീദന്ന അസ്നാമക്കും, നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളെ ഞാൻ എന്തായാലും തകർത്ത് തരിപ്പണമാക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ
ഇവർ തിരിഞ്ഞു നിന്നിട്ട് ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിയോടും ഈ സെക്യൂരിറ്റി ഗാർഡ്സിനോടും പറയുന്നത്, കാലു, അവർ പറഞ്ഞു, തല്ലാഹി, ഉറപ്പായിട്ടും അള്ളാഹുവാണ് സത്യം, ലഖദ് അലിംതും, നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മാജിന, ഞങ്ങൾ വന്നിട്ടില്ല, ലി നുഫ്സിദ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ടില്ല. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിവുള്ള ഒരു സംഗതിയാണ്. വമാ കുന്ന സാരിഖീൻ, ഞങ്ങള് മോഷ്ടാക്കളും അല്ല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണം. എന്തുകൊണ്ടാണ് അവര് നിങ്ങൾക്കത് അറിയാമെന്ന് അവരോട് പറഞ്ഞത്? നേരത്തെ ഇവർ വന്നിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ ട്രിപ്പില് സ്വന്തം സഹോദരനെ കൊണ്ടുവന്നില്ലല്ലോ, അതുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആ സഹോദരനായിട്ട് ഇത്തവണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ അതിന് കൃത്യമായ വില കൊടുത്തിട്ടുണ്ട്. ആ വില തിരിച്ചു കിട്ടിയ സംഗതി വളരെ നന്ദിയോടെ പിന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ധാരണ ഉണ്ടെന്ത്, ഞങ്ങൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഈ രാജ്യത്ത് വന്നത് കുഴപ്പമുണ്ടാക്കാനല്ല, ഞങ്ങൾ ആരുമല്ല പിന്നെ കളവ് ചെയ്യുന്നവരല്ല, മോഷ്ടിക്കുന്നവരല്ല എന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഈർന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഈർന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സംഘമല്ല, ഒറ്റ ഒരു യാത്രാ സംഘമല്ല, ഒരുപാട് സംഘമുണ്ട്. ആ കൂട്ടത്തില് ആദ്യമായിട്ട് സംസാരിച്ചത് യൂസുഫ് അലൈഹി സ്വലാമയുടെ സഹോദരങ്ങളാണ്. വേറെയും ആളുകളുണ്ട്, വേറെയും നാട്ടിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവരത് സംസാരിച്ചത്? കാരണം അത്രക്ക് കോൺഫിഡന്റ് ആയിരുന്നു അവർ. ഒരിക്കലും ഞങ്ങളെ അവിശ്വസിക്കില്ല. കാരണം രാജാവിന്, പ്രത്യേകിച്ച് യൂസുഫ് അലൈഹി സ്വലാമിക്ക് നന്നായിട്ട് ഞങ്ങൾ അറിയാം. അവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല യൂസുഫ് ആണ് അതെന്ന്. പക്ഷെ ആ രാജാവിന്റെ മന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക് ഞങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ, അങ്ങനെയാണല്ലോ, നമുക്ക് ഉറപ്പുള്ള ഒരു സംഗതി, 100% ഉറപ്പുള്ള ഒരു സംഗതി നമ്മൾ ആദ്യമായിട്ട് ചാടി എടുത്തു പറയും അല്ലെ. ആ ഒരു ചാടി എടുത്തു പറഞ്ഞ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താ, കാലു, അപ്പൊ അവര് ചോദിച്ചു, ഈ സെക്യൂരിറ്റി ഗാർഡുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫമാ ജസാഉഹു, അതിന്റെ പ്രതിഫലം എന്താണ്, ശിക്ഷ എന്താണ്, പണിഷ്മെന്റ് എന്താണ്, ഇൻ കുന്തും കാദിബീൻ, നിങ്ങൾ നുണ പറയുന്നവരാണെങ്കിൽ. നിങ്ങളിപ്പോ ഈ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങള് മോഷ്ടിക്കാൻ വേണ്ടി വന്നവരല്ല, മറിച്ച് ഞങ്ങള് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല, അങ്ങനെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ നുണയാണ് പറയുന്നത് എന്ന് തെളിയുകയാണെങ്കിൽ, ഫമാ ജസാഉഹു, ശ്രദ്ധിക്കണട്ടാ, എന്തിനുള്ള പ്രതിഫലം? ആ കപ്പിനുള്ള പ്രതിഫലം. അതായത് ആ കപ്പ് നിങ്ങൾ എടുത്തത് നിങ്ങളാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അതാണ് ചോദ്യം. ജസാന് രണ്ടർത്ഥമുണ്ട്, പ്രതിഫലം എന്ന് അർത്ഥമുണ്ട്, പണിഷ്മെന്റ് എന്ന് അർത്ഥമുണ്ട് കേട്ടാ. ഇപ്പൊ നമ്മൾ ജസാഖല്ലാഹു ഖൈറൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് റിവാർഡ് ചെയ്യും. അതുപോലെ തന്നെ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജസാഉ സയ്യിഅത്തിൻ, തിന്മയുടെ പ്രതിഫലം, സയ്യിഅത്തും മിസ്ലുഹ, അതുപോലെ തന്നെയുള്ള തിന്മയാണ് ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇവർ ചോദിക്കുകയാണ്, നിങ്ങൾ നുണ പറയുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം എന്താണ്? അപ്പൊ കാലു, അവർ തിരിച്ചു പറയാണ്, ജസാഉഹു, അതിനുള്ള റിവാർഡ്, ആ കപ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ്, ഒരാളുടെ അടുക്കൽ നിന്നാണ് കണ്ടെടുക്കുന്നതെങ്കിൽ അതിന്റെ റിവാർഡ് എന്താണ്, പണിഷ്മെന്റ്, മൻ വുജിദ ഫീ റഹ്ലിഹി, ആരുടെ ബാഗിലാണോ അത് കാണപ്പെടുന്നത്, ഫഹുവ ജസാഉഹു, അവനാണ് അതിന് റിവാർഡ്. എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ലൈഫ് കൊണ്ട് അതിന് പ്രതിക്രിയ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനെ നിങ്ങൾക്ക് അടിമയാക്കാം. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരാള് അതിനുള്ള പേയ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ തന്റെ ജീവിതം കൊണ്ട് അതിന് ബാക്കിയുള്ള ജീവിതം ആ പറഞ്ഞ ആൾക്ക് വിധേയമാക്കി കൊടുക്കാം എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്രാമർ ഉണ്ട്, ചെറിയൊരു ഗ്രാമറിൽ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇനി എല്ലാവർക്കും ശ്രദ്ധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഗ്രാമറിനെ കുറിച്ച് അത് പറയാതെ ഇതിനകത്ത് പോകുന്നത്, ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ഗ്രാമറാണ്. അതായത് ജസാഉഹു എന്നുള്ളത് മുബത്തതയാണ്. മുബത്തത ഖബർ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയണമെങ്കിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഇപ്പോ ഹി ഈസ് ദ ബോസ് എന്ന് പറഞ്ഞാൽ ഹി എന്താണ്, സബ്ജക്റ്റ് ആണ്. ഈസ് ദ ബോസ് എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ് ഇംഗ്ലീഷിൽ. അറബിയില് ഹുവൽ ഖായിദ് അല്ലെങ്കിൽ ഹുവ ഖായിദുൻ, ഹുവ എന്താണ്, മുബത്തതയാണ്. ഖായിദുൻ എന്നുള്ളത് ഖബറാണ്. അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ മുബത്തതയും ഖബറും രണ്ട് ഇസ്മായിട്ട് വരാൻ, നൗണായിട്ട് വരാം. പക്ഷെ ഇവിടെ ജസാഉഹു,
അതിന്റെ പ്രതിഫലം, ആ മോഷണത്തിന്റെ പ്രതിഫലം അതിന്റെ ഖബറായിട്ട് വന്നിട്ടുള്ളത് രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു എന്ന് പറയുന്ന ഷർത്തിയായിട്ടുള്ള ഒരു ജുംല, അതായത് ഒരു കണ്ടീഷണൽ ജുംല. എന്താണ് ഷർത്തിയായിട്ടുള്ള ജുംല? മൻ വുജിദ ഫീ റഹ്ലിഹി, ആരുടെ ബാഗിലാണോ അത് കണ്ടത്, അത് ഷർത്ത്, നിബന്ധന. ഫഹുവ ജസാഹു, അവനാണ് അതിന്റെ റിവാർഡ്, അല്ലെങ്കിൽ പേയ്മെന്റ് അവനാണ്. അത് അതിന്റെ ജവാബ്. ഷർത്തും ജവാബും കൂടെ വന്ന ഒരു ജുംലക്കാണ് ജുംല ഷർത്തിയ എന്ന് പറയാം. അപ്പൊ ആ ജുംല ഷർത്തിയ ആണ് ജസാഉഹു എന്ന മുബ്തദഇന്റെ ഖബർ. എന്ത് മനസ്സിലായി? കുറച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, ഒരു വിശദീകരണം അതാണ്. നമ്മൾ പറയുമ്പോൾ ഇതൊരു ഡീപ്പ് സ്റ്റഡി ആണല്ലോ, അപ്പൊ അതുകൊണ്ട് എല്ലാം പറയണം കേട്ടോ, അതുകൊണ്ടാണ് അത് പറയുന്നത്. വേറൊരു വിശദീകരണം, ജസാഉഹു എന്നതിന്റെ ആ മുബത്തദയുടെ ഖബർ മൻ വുജിദ ഫി റഹ്ലിഹി എന്നത് മാത്രമാണ്. അതായത് ജസാഉഹു, അതിന്റെ റിവാർഡ് അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ്, ആ കപ്പ് നഷ്ടപ്പെട്ടതിന്റെ പേയ്മെന്റ് എന്താണ്? പേയ്മെന്റ് മൻ വുജിദ ഫി റഹ്ലിഹി, ആരുടെ ബാഗിലാണോ കണ്ടത് അവൻ തന്നെയാണ്. അപ്പൊ ഫഹുവ ജസാഉഹു എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ എന്തുകൊണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹു അവരുടെ വാചകമായിട്ട് ഉദ്ധരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അതൊരു സ്ട്രെസ് ചെയ്യാൻ വേണ്ടി, ഒരു എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. അപ്പോ ഫഹുവ ജസാഉഹു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഖബർ അവിടെ പൂർത്തിയായി. പക്ഷെ രണ്ട് രൂപത്തിലും നമുക്ക് അതിനെ പറയാം. ഒന്ന്, ജസാഉഹു എന്ന മുബത്തദയുടെ ഖബർ മൻ വുജിദ ഫി റഹ്ലിഹി ഫഹുവ ജസാഉഹു എന്നുള്ള ഷർത്തിയായ ജുംലയാണ്. അതിന്റെ ഷർത്താണ് മൻ വുജിദ ഫി റഹ്ലിഹി, അതിന്റെ ജവാബാണ് ഫഹുവ ജസാഉഹു എന്നത്. ഓക്കെ, കണ്ടീഷണൽ ക്ലോസ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സംഗതി. ഓക്കെ, അപ്പൊ അത് പിന്നെ അതേക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ പിന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കാരണം ഇവിടെ ബാക്കി കുറച്ച് ഗ്രാമർ അത്ര പഥ്യമല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് വല്ലാതെ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞ ഇത്ര ഉള്ളൂ സംഭവം. എന്താണ്, ഇവരോട് ചോദിച്ചു, ഈ സെക്യൂരിറ്റിക്കാര്, കോപ്സ്, ഈ പോലീസുകാർ ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ശിക്ഷ എന്താ? അപ്പൊ അവര് പറഞ്ഞു, ആരുടെ ബാഗിൽ നിന്നാണോ ആ പാത്രം കണ്ടെടുക്കുന്നത് അവനാണ് അതിന്റെ പേയ്മെന്റ്, അവനാണ് ആ റിവാർഡ്, അവൻ തന്നെയാണ്, അവൻ തന്റെ ജീവിതം കൊണ്ട് അതിന് റിവാർഡ് ചെയ്യും. മനസ്സിലായി? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുള്ള ഒരു കണ്ടീഷണൽ ക്ലോസ് ആണെന്ന്. അത്രേ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശമുള്ളൂ കേട്ടോ. ഈ ജുംല ഷർത്തിയ എന്നൊക്കെ പറഞ്ഞാല് ഈ കണ്ടീഷണൽ ക്ലോസ് എന്ന് അതിന് അർത്ഥമുള്ളൂ. ഓക്കെ, എന്നിട്ട് പറയുന്നത് കദാലിക നജ്സിൽ ളാലിമീൻ, അപ്രകാരമാണ് നമ്മൾ ളുൽമ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ വിശദീകരിക്കാം. ദ ബോസ് ഈസ് ദാറ്റ് ഗൈ, അയാളാണ് ബോസ്. ദാറ്റ് ഗൈ ഈസ് ദ ബോസ് എന്ന് നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഇത്ര അധികം പറഞ്ഞ ഈ ജുംല ഷർത്തിയുടെ ഒക്കെ വ്യത്യാസം. എന്നിട്ട് ഇവർ പറയുന്ന കദാലിക നജ്സിൽ ളാലിമീൻ, ഇപ്രകാരമാണ് ഞങ്ങൾ ലാലിമികൾ. ളുൽമ് എന്ന് പറഞ്ഞ അറബിയിൽ അതിന്റെ അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ളുൽമ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി അതിന്റെ സ്ഥാനത്തല്ലാതെ വെക്കുക, അതിനാണ് അക്രമം എന്ന് പറയാം. അക്രമം അങ്ങനെയുള്ളൂ, എപ്പോഴും അക്രമം അങ്ങനെയുള്ളൂ സംഭവിക്കുക. ഒരാൾ അക്രമിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മലയാളത്തിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട് അല്ലെ? ക്രമം തെറ്റി ചെയ്യുക, അക്രമം, അതാണല്ലോ. ക്രമം ഇല്ലാതെ ചെയ്യുക. ഫി ഗൈരി മൗളിഇ, ഒരു കാര്യത്തെ അതിന്റെ, ഇവിടെ ഈ ഒരാള് ആ കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ കപ്പ് ഇറ്റ് ഡസന്റ് ബിലോങ് ടു ഹിം, അത് അയാൾക്ക് അവകാശപ്പെട്ടതല്ല. മറിച്ച് അയാൾ എന്ത് ചെയ്യണ്? തനിക്ക് അവകാശപ്പെടാത്ത ഒരു സംഗതി എടുക്കുകയാണ്. ഇപ്പൊ ളുൽമാണ് അയാൾ ചെയ്യുന്നത്. ശരിക്ക് ഒരു 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 മോഷണത്തെ വലിയൊരു അക്രമമായിട്ടൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. ളുൽമ് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ളുൽമ് സംഭവിക്കുന്നുണ്ടോ? ഒരു കാര്യം നമ്മൾ വേണ്ടാത്ത അല്ലെങ്കിൽ അതിന്റെ ക്രമം തെറ്റി ചെയ്യുന്നുണ്ടോ? അതൊക്കെ ളുൽമായിട്ട് മാറും. അപ്പൊ ഓരോ ക്രമത്തിലും ഓരോ സ്ഥാനത്തുമാണ് ഓരോ സംഗതി ചെയ്യേണ്ടത് എന്ന പാഠം കൂടി അതുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് സംഭവം, വളരെ കാര്യമാണ്. അപ്പോ ഇവിടെ ഇവർ ഈ പറയുന്ന സംഗതി എന്താ? കദാലിക നജ്സിൽ ളാലിമീൻ എന്ന് പറയുന്നത് ഇവര് തന്നെയാണ് പറഞ്ഞത് എന്നൊരു വിശദീകരണമുണ്ട്. ആര്? ഈ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ബ്രദേഴ്സ് തന്നെയാണ് അത് പറഞ്ഞത്. അതായത് ഞങ്ങളുടെ നാട്ടില് കൻആനില്, ഇപ്പൊ ഇവർ വന്നിരിക്കുന്ന ഇവിടെ ഈജിപ്തിലാണ് അല്ലെ? കൻആനില് ഞങ്ങൾ അക്രമം ചെയ്യുന്നവരെ ഇങ്ങനെയാണ് ശിക്ഷിക്കുന്നത്. അതായത് ഒരാൾ ഒരു സാധനം കട്ടെടുത്താൽ ആ കട്ടെടുത്ത ആള്
ആരുടെ സാധനമാണോ കട്ടെടുത്തത് അയാളുടെ അടിമയായിട്ട് ബാക്കി കാലം ജീവിക്കുക. അയാളുടെ ഹി ക്യാൻ കീപ് ഹിം. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാം ഈ തന്ത്രം പ്രയോഗിച്ചതെന്ന്? ഒരു ഇല്ലീഗൽ എമിഗ്രന്റിനെ തന്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ. എന്തിനു വേണ്ടി? ലാ തബ്ത ഇസ്, അല്ലെ, നീ ഇനി മുതൽ മിസറബിൾ ആവരുത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന് കണക്ട് ചെയ്യണം. ഓക്കെ, അതാ ചെറിയൊരു വിശദീകരണമാണ് അത്. അതിന്റെ വലിയ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. അപ്പോ എന്നാണ് ഒരു വിശദീകരണം, അതായത് ഇവരാണ് പറഞ്ഞത് കദാലിക നജിദ്. രണ്ടാമത്തത്, ഇവരിത് പറഞ്ഞപ്പോ എന്ത് ഖാലു ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു. ആരുടെ പാത്രത്തിലാണോ ഈ കപ്പ് കണ്ടെടുത്തത് അവൻ തന്നെ അതിന് പേ ചെയ്യും, സ്വന്തം ലൈഫ് കൊണ്ട് അത് പേ ചെയ്യും എന്നിവർ പറഞ്ഞപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമയും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റികളും പറഞ്ഞു ഈ വാക്ക്, എന്ത് കദാലിക നജിദ്, അങ്ങനെയാണ് ഞങ്ങളും അക്രമികൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് അങ്ങനെയാണ് എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമയും ഈ അവിടുത്തെ പോലീസ് സൈനിക മേധാവികളും പറഞ്ഞു എന്ന്. രണ്ട് രൂപത്തിലായാലും യൂസുഫ് അലൈഹി ഇസ്ലാമയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ജസ്റ്റിഫിക്കേഷൻ കിട്ടുകയാണ്, അല്ലെ, സ്വന്തം സഹോദരനെ കീപ്പ് ചെയ്യാൻ. പിന്നുള്ള പ്രശ്നം എന്തിനാണ് യൂസുഫ് അലൈഹി ഇസ്ലാം സ്വന്തം തന്നെ ഇത് അവിടെ വച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈജിപ്ഷ്യൻസ് ആണ് ഇത് പറഞ്ഞത് എന്നും നേരത്തെ പറഞ്ഞ നമ്മളൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമയ്ക്ക് അറിയാമായിരുന്നു അവരുടെ നാട്ടില് കൻആനില് ഇങ്ങനെയാണ് ലോ. എന്ത്, ആരെങ്കിലും ഒരാളുടെ സാധനം കട്ടാൽ ആ കട്ടെടുത്ത ആള് ആരുടെ സാധനമാണോ കട്ടെടുത്തത് അയാൾക്ക് ഒരു അടിമയായിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു സെർവന്റും സ്ലൈവുമായിട്ട് മാറും എന്ന കാര്യം യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സംഗതി പ്രവചിച്ചത്. ഇനി അവരത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി യൂസുഫ് അലൈഹി സ്വലാം അത് ചെയ്യുമായിരുന്നു. കാരണം ദാറ്റ് ഈസ് ദ ലോ. കൻആനിൽ അതാണ് ലോ, ഈജിപ്ഷ്യൻ ലോയിലും അത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു പ്രൊഫൗണ്ട് ലെസൺ ഇതിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു സംഗതി നമുക്ക് പ്രകടമായി ബാഹ്യമായിട്ട് ഇമ്മോറൽ ആയിട്ട് തോന്നും. അതായത് ഇപ്പൊ യൂസുഫ് അലൈഹി സ്വലാം ഇദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരന്റെ ബാഗില് ഈ പാത്രം വച്ചത് ഒരു അധാർമികമായ ഒരു സംഗതിയാണ്. ഹീസ് നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്തു എന്നത് അതിന്റെ ഇൻസൈഡിലേക്ക് പോകുമ്പോൾ, അതിന്റെ അഗാധതയിലേക്ക് പോകുമ്പോൾ, അങ്ങനെ അത് ഡീപ്ലി അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദർ ഈസ് സം മോറൽ കൺസെപ്റ്റ്, ഒരു മോറൽ പെർസ്പെക്റ്റീവ്, ഒരു ധാർമ്മികമായ വശം അതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എന്തിന് ഇത് യൂസുഫ് അലൈഹി സ്വലാം ചെയ്തു? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് പരിശോധിക്കുന്നത്. എന്തിന് യൂസുഫ് അലൈഹി സ്വലാം ഇത് ചെയ്തു, അത് എന്തുകൊണ്ട് അത് എങ്ങനെ അത് ധാർമ്മികമായി എന്നതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട്, വൈ ഡിഡ് ഹി ഡു ഇറ്റ്, ഓക്കെ, ഹൗ ക്യാൻ ഹി ഡു ഇറ്റ് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. വൈ ഡിഡ് ഹി ഡു ഇറ്റ്, എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒന്ന്, സ്വന്തം സഹോദരനെ രക്ഷിക്കണം. സ്വന്തം സഹോദരന്റെ ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വന്തം സഹോദരങ്ങളാൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥമാണ്. രണ്ട്, പോയിന്റ് നമ്പർ 2, അദ്ദേഹത്തിന് അറിയാം ഈ സഹോദരനെയും കൊണ്ട് തിരിച്ച് ഇവർ ചെന്നിട്ടില്ലെങ്കിൽ, വീട്ടിൽ ചെന്നിട്ടില്ലെങ്കിൽ പിതാവ് ഇവരെ ചോദ്യം ചെയ്യും. സ്വാഭാവികമായിട്ടും ഇവരൊരു കൃത്യമായ ന്യായം, ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. ആ ബാധ്യസ്ഥരായ അവരുടെ ആ ഒരു അവസ്ഥ അതായത് ഇവർ താൻ അനുഭവിച്ച, യൂസുഫ് അലൈഹി സ്വലാം അനുഭവിച്ചു പോന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതായത് ഇവര് കിണറ്റിലിടാൻ വേണ്ടി ഇദ്ദേഹത്തെ തീരുമാനിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൊല്ലണോ കിണറ്റിലിടണോ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് നടക്കുന്ന ഒരു സംഗതിയാണല്ലോ. കിണറ്റിലിടുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തെ ഒരുപാട് അപമാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഷർട്ടൊക്കെ ഊരിയെടുത്തിട്ടാണ് അദ്ദേഹത്തെ കിണറ്റിലിടുന്നത്. എന്നിട്ട് പിതാവിന്റെ അടുത്ത് പോയിട്ട് അവര് നുണ പറയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ താൻ കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിലമ്മ, ആ ഒരു പ്രെഡിക്കമെന്റിലൂടെ കുറച്ചെങ്കിലും ഇവരും അതിലൂടെ കടന്നു പോകണം. അതൊരു റിവെഞ്ചിന്റെ പെർസ്പെക്റ്റീവിലല്ല, മറിച്ച് ഇവർക്ക് ഇത് മനസ്സിലാകണം. അല്ലെ, ചില സംഗതികൾ അങ്ങനെയുണ്ട്. ഒരു കൂട്ടർ നമ്മളോട് അക്രമം ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ അതേ രൂപത്തിൽ അക്രമം ചെയ്യില്ല, മറിച്ച് ആ അക്രമത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുന്ന ചില നടപടികൾ നമുക്കും സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തരാണ്. എന്തിനാണത്? അറ്റ്ലീസ്റ്റ് ഇഫ് ദൈ ഹാവ് എ കോൺഷ്യൻസ്, അവർക്കൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ അവര് ഇത് ബോധ്യപ്പെടും. ഒന്ന്, അവരെ മൊത്തം കള്ളന്മാരായിട്ട് ചിത്രീകരിക്കുമ്പോൾ, നിങ്ങൾ കള്ളന്മാരാണ്, ഇന്നക്കും ല സാരിഖൂൻ എന്ന് പറയുമ്പോൾ നിരപരാധിയാണ്
എന്ന് അവർ അറിഞ്ഞിരിക്കെ തന്നെ ആ വാചകം അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരവസ്ഥ, മനസ്സിലായോ? ആ ഒരു മാനസികാവസ്ഥ നമ്മളെക്കുറിച്ച് നമ്മളൊരു പിന്നെ ഒരു വായും മനസ്സും അറിയാത്ത, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, വായും മനസ്സും അറിയാത്ത ഒരു തെറ്റ് നമ്മൾ ചെയ്തു എന്ന് മറ്റൊരാളെ ആരോപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അന്തസ്സംഘർഷമുണ്ട്, അല്ലെ? ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. എന്ന് മാത്രമല്ല ഒരു ആംഗിഷ് ഉണ്ട്, നമ്മുടെ ഒരു ഉത്കണ്ഠ. അതിനെക്കുറിച്ച് ആ ഒരു അവസ്ഥയിലൂടെ ഇവർ പോകണം എന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ഒരു തീരുമാനമാണ്. കാരണം പ്രത്യേകിച്ച് ഇവർക്ക് ഇത്രയധികം ഇവര് ഈ യൂസുഫ് അലൈഹി ഇസ്ലാമയോട്, യാക്കൂബ് നബിയോട് ഇവർ അവസാനം വരെ ചോദിക്കുന്നുണ്ട്, അല്ലെ? അല്ലാഹി തദ്കുറു യൂസുഫ്. ഇനി നമ്മളത് പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോഴും യൂസുഫിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയുമ്പോ, അതായത് നിങ്ങൾ ഇനിയും മറന്നിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. എന്നോ കഴിഞ്ഞു പോയ ഒരാളുടെ കഥ നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വാപ്പാനോട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അത് ഒരു പിതാവിന്റെ സങ്കടം, പിതാവിന്റെ ധർമ്മസങ്കടത്തെ ഒട്ടും മനസ്സിലാക്കാതെയുള്ള ഒരു പ്രഖ്യാപനമാണത്, അല്ലെ? ആ ഒരു മനസ്സാക്ഷി ഇവരിലുണ്ടോ എന്ന് പരീക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ അതിനൊരു അവസ്ഥ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് യൂസുഫ് അലൈഹി ഇസ്ലാം നടത്തിയത് എന്നുള്ളതാണ്. അതായത് ബിന്യാമീനെ കീപ്പ് ചെയ്യുന്നതിലൂടെ ഒന്ന് ബിന്യാമീനെ രക്ഷിക്കുക എന്നുള്ളത്, പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇവർക്ക് മനസ്സാക്ഷി ഉണ്ടോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. കാരണം നേരത്തെ ഇവര് യൂസുഫിനെ ബോധപൂർവം നഷ്ടപ്പെടുത്തി. പക്ഷെ ഇവിടെ ഇതാ ബിന്യാമിൻ ഇവർക്ക് ഇവരുടേതല്ലാത്ത കാരണത്താൽ നഷ്ടപ്പെടാൻ പോകുന്നു. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഇവരെ കുറച്ചുകൂടി ബെറ്റർ ആക്കുമോ? ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം, അല്ലെ? ഇപ്പൊ തന്നെ പറഞ്ഞൂടെ, ഞാനാണ് നിങ്ങളുടെ ബ്രദറാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്നോ, വാപ്പാനെ ഉമ്മാനെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് പറഞ്ഞൂടെ? 100% പറയാം. കാരണം എന്താ? അതിന് പറ്റുന്ന ഒരു അധികാര സ്ഥാനത്തുള്ളത്. പക്ഷെ എന്തുകൊണ്ട് അത് പറയാതെ ബിന്യാമിനെ കൊണ്ടുവരാൻ പറഞ്ഞു? എന്നിട്ട് ബിന്യാമിനെ അവിടെ കീപ്പ് ചെയ്യുന്നു, ഇവരെ തിരിച്ചയക്കുന്നു. ആ തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ, അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ. നേരത്തെ നിങ്ങൾ ഒരു ചെന്നായയുടെ സ്റ്റോറി ഉണ്ടാക്കിയെങ്കിൽ ഇനി ഇനി ഏത് സ്റ്റോറിയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ പിതാവിനോട് പറയാൻ പോകുന്നത്? പിതാവിന്റെ മുമ്പിൽ നിങ്ങളുടെ ഒരവസ്ഥ എന്തായിരിക്കും? ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇവരെ കടത്തിവിടുക. ഇറ്റ്സ് എ പോയറ്റിക് ജസ്റ്റിസ്, നമ്മൾ പറയില്ല, കാവ്യനീതിയാണ്. ആ ഒരു കാവ്യനീതിക്കുള്ള ഒരു വഴി ഒരുക്കുകയാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ഇതിലൂടെ ചെയ്യുന്നത്. ഇത് ഞാൻ പറയണല്ല, മുഫസ്സിറുകൾ ഈ ആയത്തുകളെ വെച്ചിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കണം. അവരെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ അവരെ കടത്തിവിടുക. ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ യൂസുഫ് അലൈഹി സ്വലാമിക്ക് അവർ കൊടുത്ത സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വേ ബിലോ, അല്ലെ? ഇറ്റ്സ് ഫാർ ഫാർ ലെസ്, വളരെ ചെറുതാണ്. പക്ഷെ സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ഗോ ത്രൂ ദാറ്റ് ഫേസ്. അതാണ് പ്രധാനമായും യൂസുഫ് അലൈഹി സ്വലാം ഇങ്ങനെ ഒരു അപ്രോച്ച് സ്വീകരിക്കാൻ കാരണം. അങ്ങനെ അവരെ നന്നാക്കിയെടുക്കുക. അതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ? ഇവര് അന്തിമമായിട്ട് നന്നാവണം, പശ്ചാത്താപ വിവശരാവണം. അതിന് ഫലം ഉണ്ടായി. പിന്നീട് കഴിഞ്ഞു വന്നപ്പോ ഇവിടെ തന്നെ ഒരു സന്ദർഭത്തിൽ, ഇനി നമ്മൾ അടുത്ത 2 ആയത്തുകൾ കഴിയുമ്പോൾ അത് പറയുന്നുണ്ട്. 77-ാമത്തെ ആയത്തില് അവസാനം ബിന്യാമീനാണ് മോഷ്ടിച്ചത് എന്ന് തെളിയുമ്പോൾ, മോഷ്ടിച്ചത് മീൻസ് അത് ഇൻവേർട്ടഡ് കോമയിൽ ഇടണോട്ടാ, എന്ന് തെളിയുമ്പോൾ ഇവർ പറയണേ ഈ യസ്രിക് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ. ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ നേരത്തെ ഒരു സഹോദരനും മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും അവരുടെ മാനസികാവസ്ഥ എന്താ? ഇവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്, ഇവരെ പീഡിപ്പിക്കുക എന്നുള്ളതാണ്, ഇമോഷണലി ഇവരെ ഡൗൺ ആക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് അവർക്കൊരു പശ്ചാത്താപം ഉണ്ടാകുന്ന അവസ്ഥ, പിതാവിനെയും മാതാവിനെയും ഒക്കെ കൂട്ടിയിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ അവർ പശ്ചാത്താപ വിവശരാകുന്ന ഒരവസ്ഥയ്ക്ക് കളമൊരുക്കുക എന്നതാണ് വാസ്തവത്തിൽ യൂസുഫ് അലൈഹി സ്വലാം ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. അത് 2 ലക്ഷ്യം, ഒരു 2 പ്രോങ്ഡ് സ്കീമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ബിന്യാമിനെ രക്ഷിക്കുക. 2, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ ഇവരെ കടത്തിവിടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. ഈസ് ദാറ്റ് സംതിങ് എ പ്രോഫറ്റ് ക്യാൻ ഡു? ഈസ് ദാറ്റ് സംതിങ് വി ക്യാൻ ഫോളോ ആൾസോ? നുണ പറയാൻ പറ്റുമോ? ഇല്ലീഗൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സംഗതി ചെയ്യാൻ പറ്റുമോ? ഏത് സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പൊക്കെ ചെയ്യാം? ഇതൊന്നും ഇങ്ങോട്ട് അറിഞ്ഞു കിട്ടിയാലും വിടാം, കിട്ടിയിട്ട് വേണം, നമുക്ക് ചിലരുണ്ട് അല്ലെ മനസ്സിൽ. അതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ 76-ാമത്തെ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ പറയാൻ പോകണം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, അല്ല TV ചാനൽ പ്രോഗ്രാമിലൊക്കെ പറയില്ല, സ്റ്റേ ട്യൂൺഡ്, അതിന് കാത്തിരിക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചിട്ട് നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം.
സ്വാഭാവികമായിട്ടും സംശയങ്ങളൊന്നുമില്ല. എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ വചനങ്ങൾ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم ارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.